ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൽജാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നാക്കോൺ പത്തോം എന്ന് പറഞ്ഞ ടെമ്പിളിലാണ്. ഇതെൻ്റെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവത്തിൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെയാണ് പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൽ കയറി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതരം നേർച്ചകളൊക്കെ ഉണ്ട്. എല്ലാം തായ്ലൻഡ് ഭാഷയിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. ഇത് അത്രയൊരു ടൂറിസ്റ്റിക് ഏരിയ അല്ല. അവിടെ ആ അമ്മച്ചി ആ മണി പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു. ഇതാണ് അവിടുത്തെ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ബട്ട് ഇതും കാണാൻ നല്ല രസമാണ്. വേറെ പല ടെമ്പിളിലും കാണാത്ത ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ. ഇത് നല്ല രസമായിരുന്നു. പൈസ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ചൈനീസ് ടോണിലൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇനിയാണ് നമ്മൾ പ്രത്യേകം ആ സ്ഥലത്തിട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ. പക്ഷെ അവിടെ ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് പണിത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ കിടക്കുന്ന ബുദ്ധ ഇവിടുത്തെ വൺ ഓഫ് ദ ബാങ്കോക്കിലെ ഏറ്റവും വലിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് വൈറ്റ് കളറിലുമാണ്. ഈ പ്രാവശ്യം ഗോൾഡ് അല്ല, സാധാരണ നമ്മൾ ഗോൾഡിലാണ് എപ്പോഴും കാണാറ്. അതുപോലെ കുറേ നാഗങ്ങളുടെ, അതായത് പാമ്പുകളുടെയൊക്കെ ഇതെല്ലാം ദൈവങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്, നല്ല കളർഫുള്ളും നല്ല ഭംഗിയായിട്ടുള്ള കുറേ കാഴ്ചകളുമാണ്. അവിടെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു കേവ് പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തോട്ട് പോകട്ടെ. അവിടെ ചെന്ന് ശരിക്കും ഒരു വണ്ടർലാൻഡിൽ ചെന്ന പോലെയാണ്. ഭയങ്കര കളർഫുള്ളും കണ്ടില്ലേ, പല നാഗങ്ങളുടെയും ഡ്രാഗണും, അതായത് ചൈനീസ്, ഇന്ത്യൻ, തായ്ലൻഡീഷ് അങ്ങനെ പല കൾച്ചേഴ്സ് കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്നേക്ക് ടെമ്പിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ല ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു അമ്പലമായിരുന്നു ഇത്. ഈ കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പലതും ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നടക്കാനായിട്ട് നല്ല രസമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ അത്രയും ജസ്റ്റിസ് ചെയ്യുന്നില്ല. നേരിട്ട് പോയി കാണാൻ കിട്ടുകയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പോയി കാണണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളൊരു വണ്ടർലാൻഡിൽ കയറിയ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് സാറ അവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കിനൊത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തായ്ലൻഡിഷ് ഡാൻസ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് കളിക്കുന്നയാൾ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അവിടെ വേറൊരു സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ ടെമ്പിൾസും ഇതുപോലെ കുറേ ദൈവങ്ങളുടെ, ബുദ്ധയുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് സാറ പോകുന്നത് ഉടുമ്പിൻ്റെ പുറകെയാണ്. അതൊരു ഉടുമ്പായിരുന്നു. ഇത് ഒരു പ്രത്യേക തരം കാഴ്ചയായിരുന്നു, സ്കെൽട്ടൺ വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. ഏതാണെങ്കിലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവസരം കിട്ടുവാണെങ്കിൽ ഇവിടെ വരണം. ഈ ടെമ്പിളിൻ്റെ പേര് നാക്കോൺ പത്തോം കേട്ടോ. ഇച്ചിരി ദൂരമാണ് ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന്. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. പോയി കാണാനായിട്ട് ബ്യൂട്ടിഫുള്ളാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഹാവ് എ ലവ്ലി ഡേ. ബൈ.